കുറച്ച് ടേസ്റ്റി എന്താ തരാല്ല. ഇത് ഏതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അറിയോ? സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോ ചോറിൻ്റെ കൂടെ കഴിക്കുക, പൊറോട്ടൻ്റെ കൂടെ കഴിക്കുക, പിന്നെ ദോശയോ പിന്നെ പുട്ടോ ചപ്പാത്തിയോ ഏത് പലഹാരത്തിനോട് ഇതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ്. ഇനി നമ്മൾ പൊളിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. എന്താ മുട്ട പുഴുങ്ങിയതാണല്ലോ. അതെ അതെ. അപ്പം എന്താ പരിപാടി? ഇന്ന് സിമ്പിളായിട്ട് സുധാ മഴമേഘ സ്റ്റൈലിലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ് തോന്നുന്നു. അതെ അതെ. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, മല്ലിത്തഴ, കറിവേപ്പില, ഇതെല്ലാം നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ. തക്കാളി, പിന്നെ മെയിനായിട്ട് മുട്ട അല്ലേ? ഓക്കെ, അപ്പം അതൊക്കെ തൊലിച്ച് കഴിയുമോ? എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ ഓക്കെ ശരി. മുട്ട ആയതുകൊണ്ടേ അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ കണ്ണീച്ചിയും സാധാ ഈച്ചയും ഒക്കെ വന്നിട്ട് നമ്മൾക്കൊരു ഇഷ്ടം തോന്നില്ല. അടുത്ത് എന്താ ഇത് ചെയ്യാൻ പോണ? ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് മുട്ട റോസ്റ്റാണ്. നമ്മുടെ മഴമേഘം സ്റ്റൈലില് സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നതാണ് മുട്ട റോസ്റ്റ്. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ കാഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ആദ്യം ഇടുക. അത് നന്നായിട്ട് മൂത്ത ശേഷം പിന്നെ നമുക്ക് ഈ സവോളയും ഇതെല്ലാം ഇടാം. വെളുത്തുള്ളി നന്നായി മൊരിയണം അല്ലേ? അതെ അതെ, മൊരിയണം. അത് നന്നായി മൊരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സവോളയൊക്കെ ഇട്ട് കൊടുക്കാം.
ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂക്കുമ്പോഴേക്കന്നെ നല്ല മണം വരുന്നില്ലേ? ഇപ്പോഴേ ഭക്ഷണം കഴിക്കാൻ തോന്നി. ഇനി ഇതിപ്പോൾ ആയി കിട്ടണ്ടേ? പക്ഷെ ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും. നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഇല്ല, വേഗം ആകും. മൺചട്ടിയല്ലേ, അത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായി കിട്ടും. നമ്മൾക്കിത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോഴേക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് ചെയ്ത് അത് വേറെ ചെയ്യണം. അത് വേറെ ചെയ്യണം. ആ മുട്ടയൊന്ന് എടുത്തേര്. നമ്മളിപ്പോൾ മുട്ടയിട്ടില്ലേ, ഇനി ഇതിലേക്ക് ശകല മഞ്ഞൾപ്പൊടി അല്ലേ, പിന്നെ കുറച്ച് മുളക് പൊടി. ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. എന്താ കണ്ടില്ലേ? ഇങ്ങനെ ആവുമ്പോൾ ഈ സ്കിന്നൊരു എന്താ പറയുക, നല്ല ഒരു നൈസിലിങ്ങനെ മൊരിഞ്ഞ് വരും. അതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. കാണാണ്ട് അതെ അതെ മഞ്ഞ കളറും. അതെ അതെ മുട്ട മഞ്ഞൾ കളറായി. അതെ അല്ലേ, മഞ്ഞൾ കളറായി. ഇനിയിപ്പോൾ ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ കൂടി വന്ന് ചേരുമ്പോഴല്ലേ അതിൻ്റെ ഒരു രാവിലെ വെള്ളം ഊറാൻ. അതെ അതെ ഇതൊക്കെ എപ്പോഴാണ് ഇടുന്നത്? ഇനി ഇത് ഈ സവോളയും പിന്നെ ഈ ആ തക്കാളിയൊക്കെ ഇതിലിട്ട് നന്നായിട്ട് കാരമലൈസ് ആവണം. നന്നായി മുരിഞ്ഞ് ബ്രൗൺ കളറായ ശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. മുട്ട നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു സ്കിന്നിങ്ങനെ നൈസിൽ ബലൂണ് പോലെ ആയിട്ടുണ്ടാവും. നമുക്കിനി ഇത് ഓഫാക്കാം. അത് ഇതിൻ്റെ എല്ലാം ആയ ശേഷമാണ്, ഈ ഗ്രേവിക്കുള്ളതെല്ലാം റെഡിയായ ശേഷമാണ് മുട്ട ഇടുന്നത്. അച്ഛൻ എന്താ ചേട്ടന്? തക്കാളിയോ? തക്കാളി. അടിപൊളി, അച്ഛനും കുക്കിംഗ് പഠിച്ചു. അടുക്കളയിൽ വരാറില്ല. ഒരു നേരം ചിലപ്പോ നിങ്ങളെടുത്തും ഇതൊക്കെ ചെയ്യാൻ പറയാട്ടോ. ഒരു രസമല്ലേ എല്ലാവരും കൂടി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഓരോ പുതിയ പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾക്ക് നല്ല സുഖമായിരിക്കും. ഓരോന്നായി പഠിക്കും. അതെ. മഞ്ഞൾപ്പൊടി എടുത്ത് ഇനി മുളക് പൊടി അടിച്ച് മുളക് പൊടി ഇത്രയൊക്കെ വേണം അല്ലേ? വേണം. നല്ല ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിലല്ലേ നന്നായിരിക്കുള്ളൂ. ഇനി കുരുമുളക് പൊടി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി നന്നായി ബ്രൗൺ കളറിലാവണം ഈ സാധനം. ഇളക്കുകയും ചെയ്യണം. നന്നായിട്ട് തീയൊക്കെ കത്തി ഇതിൻ്റെ വെള്ളം പച്ച മണമൊക്കെ പോയി വെള്ളം വറ്റിയിട്ട് ബ്രൗൺ കളറാവും. എഗ് റോസ്റ്റിൻ്റെ കൂട്ടുതാ ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായി റോസ്റ്റ് ആയി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ അതെ ഇതിൽ പട്ടയോ ഗ്രാമ്പോ അതൊന്നും ഇട്ടിട്ടില്ല. അതൊന്നും നമ്മുടെ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതിന് ശേഷം കറിവേപ്പില, മല്ലിത്തഴ
അതും ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ മുട്ട റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കും. മുട്ട ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓ ശരി. മുട്ട റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നോക്കണം, അല്ലെ കുറച്ചും കൂടി ഇളക്കണം അല്ലേ? അതാ റെഡിയായി കഴിഞ്ഞു. കുറേ ഈ ഗ്രേവിയൊക്കെ ഞാൻ മേലേക്ക് വെച്ചിട്ട് ഇട്ടിട്ട് കഴിയും. കുറച്ച് ടേസ്റ്റി എന്താ തരാല്ല. ഇത് ഏതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അറിയോ? സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോ ചോറിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, പിന്നെ ദോശയോ പുട്ടോ ചപ്പാത്തിയോ ഏത് പലഹാരത്തിനോട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ്. സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സിമ്പിളാണ് നമ്മുടെ എല്ലാ ഡിഷും. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.